സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞ സന്തോഷ് കരിയിൽ ഒരു കറുത്ത അധ്യായം അടഞ്ഞു. ഷെയ്ഖ് ഷാജഹാൻ എന്ന ഗുണ്ടാ തലവൻ അറസ്റ്റിലായി. 72 മണിക്കൂറിനകം ഇയാളെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കാരണം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് നിർദ്ദേശം നൽകിയിരുന്നു. 72 മണിക്കൂറിനകം അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണ്. അക്രമം ബംഗാളിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. അത് നിയന്ത്രിക്കാൻ ആളില്ല എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. മുത്തശ്ശിമാർ പറയും പോലെ അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോൾ അറിയും എന്ന നില വന്നിരിക്കുകയാണ്. ഇനിയും ഗുണ്ടകളുണ്ട്. അവരാരെന്ന് എനിക്കറിയാം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഞാൻ പല ഗ്രാമങ്ങളിലും എത്തിയിരുന്നു. അവിടെ എല്ലാം ഏതൊക്കെ ഗുണ്ടയാണ് അവിടെ വാഴുന്നത് എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കൊരവസരം നൽകിയാണ് ആയുധം വെച്ച് കീഴടങ്ങുക, സറണ്ടർ, വോളണ്ടറി സറണ്ടർ. അത് ചെയ്തില്ലെങ്കിൽ നിയമത്തിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഗുണ്ടകളെ ജയിലിനുള്ളിൽ ആക്കുക തന്നെ ചെയ്യും. ഇത് ഇറ്റ്സ് നോട്ട് എ പ്രോമിസ്, ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ്. അതിൻ്റെ കൂടെ ബംഗാളിലെ ജനത മുഴുവനുണ്ട് എന്ന് എനിക്ക് ആശ്വാസമുണ്ട്. നിശ്ചയമായും മുൻപോട്ട് വെച്ച കാൽ പിൻപോട്ടെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ജനങ്ങൾ കൂടെയുണ്ട്, ജനാവേശം കൂടെയുണ്ട്. സ്ത്രീകൾ അവരുടെ ആന്തരിക ശക്തി മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് സന്തോഷ് കരിയിൽ നാം കണ്ടത്. നിശ്ചയമായും ബംഗാളിൻ്റെ മണ്ണിൽ നിന്ന് അക്രമം തൂത്തെറിയാനുള്ള പുറപ്പാടിന് തുടക്കമായിട്ട് ഞാനിതിനെ കാണുകയാണ്. നമസ്കാരം. ഓട്ടപ്രവേശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതായത് സന്ദേശ് ഖലിയിൽ കഴിഞ്ഞ 55 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം, സന്ദേശ് ഖലിയിലെ പാവങ്ങളായ ആളുകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷതം വരുത്തിക്കൊണ്ട് ഒരു ഷാജഹാൻ ഷെയ്ഖ് എന്ന മാഫിയ തലവൻ, ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ട അവിടം അടിച്ചമർത്തി ഭരിച്ചിരുന്നു. നൂറുകണക്കിന് ഹിന്ദു സ്ത്രീകളെ ഇയാൾ ബലാത്സംഗം ചെയ്യുന്നു, പാവങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുന്നു. അതുമാത്രമല്ല, റേഷൻ അരി വിതരണത്തിൽ പോലും വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു, സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ഭരണത്തിന്റെ പിന്തുണയോടുകൂടി ഒരു പ്രദേശത്ത് സമാന്തര സർക്കാർ സ്ഥാപിച്ചുകൊണ്ട് ഒരു നേതാവ്, ഒരു ഗുണ്ടാ നേതാവ് ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്നു എന്ന് EDയുടെ റെയ്ഡോടനുബന്ധിച്ചാണ് പുറം ലോകം അറിയുന്നത്. എന്തായാലും സന്ദേശ് ഖലിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കഴിഞ്ഞ 55 ദിവസമായി നടന്നു വരികയാണ്. ഷാജഹാൻ ഷെയ്ഖ് എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ ഭരണകൂടം ഷാജഹാൻ ഷെയ്ഖിന് അനുകൂലമായിരുന്നു. എന്ത് വില കൊടുത്തും ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിക്കാൻ മമത ശ്രമിച്ചു. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെയും കോടതിയുടെയും ബംഗാൾ ഗവർണറുടെയും ഇടപെടലുകളിലൂടെ ഇന്ന് ഷാജഹാൻ ഷെയ്ഖ് പിടിയിലായിരിക്കുന്നു. ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഇടപെടലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിന്റെ ഇടപെടലുകൾ തന്നെയായിരുന്നു. അദ്ദേഹം അവിടം സന്ദർശിച്ചു. അവിടെ മാത്രമല്ല പലയിടങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു. ഈ ഷാജഹാൻ ഷെയ്ഖ് മാത്രമല്ല, മറ്റ് പല ഗുണ്ടാ നേതാക്കന്മാരും പശ്ചിമ ബംഗാളിൽ വിലസുന്നുണ്ട്. ഷാജഹാൻ ഷെയ്ഖ് ഇപ്പോൾ പിടിയിലാകുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗവർണർ തന്നെയാണ്. അതായത് 72 മണിക്കൂറുകൾക്കകം ഇയാളെ പിടിച്ചിരിക്കണം എന്ന് കൃത്യമായ ശക്തമായ നിർദ്ദേശം അദ്ദേഹം സർക്കാരിന് നൽകുന്നു. അദ്ദേഹം ആ നിർദ്ദേശം നൽകി മണിക്കൂറുകൾക്കകം തന്നെ ഒരു സംരക്ഷിത കേന്ദ്രത്തിൽ നിന്നും ഷാജഹാൻ ഷെയ്ഖിനെ പിടികൂടുന്നു. ഇത് ഒരു തുടക്കം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. കാരണം നിരവധി ഗുണ്ടകൾ ഇനിയുമുണ്ട്. നിരവധി അധോലോക രാജാക്കന്മാർ പശ്ചിമ ബംഗാളിലെ ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്നുണ്ട്. അവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അവർക്കൊരൽപ്പം സമയം നൽകുന്നുണ്ട്. ആയുധം വെച്ച് കീഴടങ്ങുക എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു ഭരണകൂടം ക്രിമിനലുകളെ നേരിടുന്നതിൽ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി മാഫിയ സംഘങ്ങൾ വാഴുമ്പോൾ ഒരു ഗവർണർ നടത്തിയ മാതൃകാപരമായ ഇടപെടലിന്റെ നേർചിത്രമാണ് നമ്മൾ കണ്ടത്. കേരളവും വിഭിന്നമല്ല. കേരളത്തിലും ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടുന്നു എന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം ഒരു കലാലയത്തിൽ നിന്ന് വന്നത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിൽ ഒരു നിരപരാധിയായ വിദ്യാർത്ഥി, BSc വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ സഖാക്കൾ വളഞ്ഞു വച്ച് കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. 130ഓളം വിദ്യാർത്ഥികളുടെ മുന്നിലിട്ടാണ് ഇയാളെ മർദ്ദിക്കുന്നത്. അതായത് 2 ബെൽറ്റുകൾ പൂർണ്ണമായും നശിക്കുന്നത് വരെ ഇയാളെ മർദ്ദിച്ചു എന്നാണ്
പിന്നീട് കമ്പി വടി ഉപയോഗിക്കുന്നു, മറ്റ് ചില കയറുകൾ പോലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപയോഗിച്ച് ഈ യുവാവിനെ തല്ലി ചതച്ച് ഒടുവിൽ അയാൾ മരണത്തിലേക്ക് പോകുന്നു. ഇതൊരു കലാലയത്തിൽ നടക്കുന്ന പ്രാകൃതമായ വിചാരണയായ റാഗിംഗ് എന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ യുവാവിന് ജീവൻ നഷ്ടമായിട്ടുള്ളത്. പ്രതികളായവരെല്ലാം SFI നേതാക്കന്മാരുമാണ്. സന്ദേശ് ഖലിയിൽ നടന്നതുപോലെ പുറത്തു പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കാര്യവുമാണ്. എന്തായാലും ഭരണകൂടത്തിന്റെ പിന്തുണ അവർക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുവരെയും പ്രതികളിൽ പലരും പിടിയിലാവാത്തത് എന്ന ഒരു ആരോപണം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഭരണകൂടം ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ സംരക്ഷിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയില്ല, ഭരണഘടനയെയും നിയമവാഴ്ചയെയും അത് ദുർബലമാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ഘട്ടത്തിലാണ് ഭരണഘടനയുടെ സംരക്ഷകർ എന്ന പേരിൽ ഗവർണർ ഇടപെടേണ്ടത് എന്ന് CV ആനന്ദബോസ് കാട്ടിത്തരികയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.